ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ജസ്റ്റ് 2 minutes വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സ്ക്രീന് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ട് നിങ്ങൾ? നഫ? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. നമുക്ക് യെസ്റ്റർഡേസ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ. ഓക്കെ, HTTP ആണ് നമ്മൾ തുടങ്ങി വെച്ചത്, കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വിൽ സ്റ്റാർട്ട്. Okay, so I have told you that HTTP is an important topic and it is one of the mainly used communication protocol for web. It has 4 phases: open connection, request, response, and close connection. So open connection based on URL. നമ്മൾ URL അടിക്കുന്നു, അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനെ സെർവറിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നു ത്രൂ ദ പോർട്ട്. ഓക്കെ, റിക്വസ്റ്റിൻ്റെ കേസിൽ നിങ്ങൾ ഈ 4 points നോട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് റിക്വസ്റ്റ് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. മെത്തേഡ് വി ഹാവ് സീൻ ദാറ്റ് മെത്തേഡ് എന്താവാം? ഗെറ്റ് ആവാം, പുട്ട് ആവാം, പോസ്റ്റ് ആവാം. കറസ്പോണ്ടിങ് URL കൊടുക്കണം, വേർഷൻ നമ്പർ കൊടുക്കണം. വേർഷൻ നമ്പർ കോമൺലി യൂസ്ഡ് വേർഷൻ 1.1 ആണ് HTTP. ബട്ട് HTTP വേർഷൻ 2 ഒക്കെ ഉണ്ട്. ബട്ട് വി യൂസ് ലേറ്റസ്റ്റ് 2 ആണ്, വി യൂസ് 1.1. പിന്നെ ഹെഡർ ഇൻഫർമേഷൻ കൊടുക്കണം. നെക്സ്റ്റ് റെസ്പോൺസിൽ വരുമ്പോൾ HTTP പ്രോട്ടോകോൾ വേർഷൻ, സ്റ്റാറ്റസ് കോഡ്, ഹെഡർ ഇൻഫർമേഷൻ ആൻഡ് ദ കറസ്പോണ്ടിങ് ഡോക്യുമെൻറ്റ്. എന്താണോ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, കറസ്പോണ്ടിങ് ഡോക്യുമെൻറ്റ്, അതാണ് റെസ്പോൺസ്. പിന്നെ ക്ലോസ് കണക്ഷൻ. സോ ഇതിൽ നോക്കേണ്ടത് റിക്വസ്റ്റ് മെത്തേഡാണ് ഫസ്റ്റ് നമ്മൾ നോക്കിയത്. ഓക്കെ, അതിന് മുന്നേ ആർക്കിടെക്ചർ എന്താ പറഞ്ഞത്? ക്ലയൻറ്റിന് ഒരു റിക്വസ്റ്റ് പോകുന്നു. റിക്വസ്റ്റ് മേ ബി ഫോർ എ സ്റ്റാറ്റിക് പേജ് ഓർ ഡൈനാമിക് പേജ് അല്ലേ? സ്റ്റാറ്റിക് പേജ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് സ്റ്റാറ്റിക്, അതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ആ വെബ് പേജിലുള്ള കണ്ടന്റ് എന്താ പറയുക, സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. നോ ഫർദർ ചേഞ്ചസ് ആർ ദെയർ ഇൻ ദാറ്റ്. അപ്പോൾ അത് നമുക്ക് മെമ്മറിന്ന് കൊടുത്ത് എൻകോഡിംഗ് ഒക്കെ ചെയ്തിട്ട് ക്ലയൻറ്റിന് റെസ്പോൺസ് ആയിട്ട് നമുക്ക് കൊടുക്കാം, സെർവർ ചെയ്യും. എന്നിട്ട് സെക്കൻഡ് കേസിൽ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. ഡൈനാമിക് ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ വെതർ കണ്ടീഷൻ, നമുക്ക് ഇന്നത്തെ വെതർ റിപ്പോർട്ട് കിട്ടണം, അല്ലെ വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ റിപ്പോർട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡൈനാമിക് ആണ്, മാറാം. സോ അത് നമ്മൾ എന്ത് ചെയ്യും? ത്രൂ എ പ്രോഗ്രാമാണ് സെർവർ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സെർവർ സൈഡിൽ ഒരു പ്രോഗ്രാം ഉണ്ടാവും, ആ പ്രോഗ്രാം വിൽ ബി കണക്റ്റഡ് ടു ഡാറ്റാബേസ്. സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ പേജ് അല്ലേ, കറണ്ട് ഡാറ്റയെല്ലാം കിട്ടിയിട്ട് അതാണ് ക്ലയൻറ്റിന് കൊടുക്കുക. സോ ഇതാണ് ക്ലയൻറ്റ് സെർവറിൻ്റെ ആർക്കിടെക്ചർ. ഇപ്പോൾ രണ്ട് സ്റ്റാറ്റിക് ഡൈനാമിക് പേജിന് റിക്വസ്റ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സ്റ്റാറ്റിക്കിന് നമുക്ക് പ്രോഗ്രാമിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് ജസ്റ്റ് മെമ്മറിയിൽ നിന്ന് എടുത്ത് ലോഡ് ചെയ്യുകയേ ചെയ്യേണ്ടുള്ളൂ. ഡൈനാമിക്കിൻ്റെ കേസിൽ ത്രൂ എ പ്രോഗ്രാം ആയിരിക്കും അവിടെ മാനിപ്പുലേഷൻ നടക്കേണ്ടത്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ക്ലിയർ? ഓക്കെ,
നെക്സ്റ്റ് ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. റിക്വസ്റ്റ് മെസ്സേജിന്റെ ഫോർമാറ്റും റെസ്പോൺസ് മെസ്സേജിന്റെ ഫോർമാറ്റും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റിക്വസ്റ്റ് ലൈൻ ഉണ്ടാവും, ഹെഡർ ഉണ്ടാവും. ടു സെപ്പറേറ്റ് ഹെഡർ ആൻഡ് ബോഡി ദർ വിൽ ബി എ ബ്ലാങ്ക് ലൈൻ. അതുപോലെ റെസ്പോൺസിന്റെ കേസിൽ സ്റ്റാറ്റസ് ലൈൻ ഉണ്ടാവും, ഹെഡർ ഉണ്ടാവും. ഹെഡറിലാണ് കുറേ ഇൻഫർമേഷൻ പറയാം, ഡേറ്റ്, സെർവർ വേർഷൻ നമ്പർ, അല്ലെങ്കിൽ ക്ലയന്റിന്റെ കേസിലാണെങ്കിൽ ക്ലയന്റ് IP കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇവിടെയായിരിക്കും. MIME സ്പെസിഫിക്കേഷൻ ഇതൊക്കെ പറയുന്നത് ഹെഡറിന്റെ കേസിലായിരിക്കും. പിന്നെ ബ്ലാങ്ക് ലൈൻ, ബോഡി. ഓക്കെ, അതാണ് റെസ്പോൺസ് ആൻഡ് റിക്വസ്റ്റിന്റെ ഫോർമാറ്റ്. ഇനി HTTP റിക്വസ്റ്റ് ഫേസിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് റിക്വസ്റ്റിന് മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ മെത്തേഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന മെത്തേഡാണ് ഗെറ്റും പുട്ടും. ഓക്കെ, ഗെറ്റും പുട്ട്, പോസ്റ്റ്, ഇതൊക്കെയാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സോ ഇവിടെ നിന്നൊരു എന്തായാലും ഇതിൽ ഫസ്റ്റ് 4 എന്തായാലും പഠിച്ചിരിക്കുക. ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, ആ നോട്ട് കൊടുത്തിട്ടുള്ളത് പഠിച്ചിരിക്കുക. ഓക്കെ, ഗെറ്റ് മെത്തേഡ് എന്തായിരുന്നു? നമുക്ക് ഡോക്യുമെന്റ് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ്. പോസ്റ്റ് എന്തായിരുന്നു? നമുക്ക് ക്ലയന്റ് സെർവറിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അത് നമ്മുടെ ഫോം ഫില്ല് ചെയ്യണത് ആലോചിച്ചാൽ മതി. ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതാണ് പോസ്റ്റ് മെത്തേഡ്. ദെൻ പുട്ട് മെത്തേഡ് വി ഹാവ് ടു മോഡിഫൈ എ ഡാറ്റ ഇൻ ദ സെർവർ. സെർവറിലുള്ള ഒരു ഡാറ്റ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പുട്ട് മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഹെഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെന്റ് അല്ല വേണ്ടത്, അതിൻ്റെ വേറെ ഇൻഫർമേഷൻസ് ആണ് ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്. ഓക്കെ, പിന്നെ പറഞ്ഞത് ഹെഡേഴ്സ് രണ്ടിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ 4 കാറ്റഗറി ഓഫ് ഹെഡേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ജനറൽ ഹെഡേഴ്സ് മീൻസ് ദാറ്റ് ഇസ് ഫോർ ജനറൽ ഇൻഫർമേഷൻ, ടു സ്പെസിഫൈ ദ ജനറൽ ഇൻഫർമേഷൻ. അതിൽ MIME വേർഷൻ ഉണ്ട്, ഡേറ്റ്, കണക്ഷൻ, ക്യാഷ് കൺട്രോൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതിലും ഒരു 3 പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് ജനറൽ ഹെഡേഴ്സ്. പിന്നെ വരുന്ന റിക്വസ്റ്റ് ഹെഡേഴ്സ്. ദേ ആർ യൂസ്ഡ് ഇൻ റിക്വസ്റ്റ് ഫേസ്. ഓക്കെ, റിക്വസ്റ്റ് ഫേസിൽ വരുന്ന ഹെഡേഴ്സ്. അതിൽ വരുന്നതാണ് ആക്സെപ്റ്റ്, ഇഫ് ഫ്രം, ഹോസ്റ്റ്, ഇഫ് മോഡിഫൈഡ് സിൻസ്, അതൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് എന്താണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അത്ര മാത്രമേ വേണ്ടുള്ളൂ. കാരണം ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പം റിക്വസ്റ്റ് ഫേസ് എന്താണ്, റെസ്പോൺസ് ഫേസ് എന്താണെന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു 8 മാർക്സിന്. ഓക്കെ, ഇല്ലുസ്ട്രേറ്റ് ദ റിക്വസ്റ്റ് ഫേസ് ആൻഡ് ദ റെസ്പോൺസ് ഫേസ് ഓഫ് HTTP. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? റിക്വസ്റ്റ് ഫേസിൽ എന്തൊക്കെയാണ് കണ്ടന്റ്സ് വരുന്നത്, സോ അതിൻ്റെ സബ് ഡിവിഷൻ, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, റിക്വസ്റ്റ് ഹെഡറിൽ എന്തൊക്കെ വരും. അപ്പോൾ ഹെഡറിൽ എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ പഠിച്ചാൽ മതി. ഈ ടേബിളിൽ ഒരു 3 to 4 ഹെഡേഴ്സ് പഠിച്ചു വെക്കുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും പഠിച്ചു വെക്കുക, അത്രയേ വേണ്ടുള്ളൂ. ഓക്കെ, ഇതാണ് റിക്വസ്റ്റ്. ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഷോ ദ മീഡിയം ഓഫ് ഫോർമാറ്റ്. ക്ലയന്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ്, ക്ലയന്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ എന്താണ്, ക്ലയന്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻകോഡിംഗ് ഫോർമാറ്റ് എന്താണ്. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ റെസ്പോൺസ് ഹെഡേഴ്സ്, അത് എവിടെയാണ്? റെസ്പോൺസ് ഫേസിലാണ് റെസ്പോൺസ് ഹെഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ ഏജ് ഓഫ് ദ ഡോക്യുമെന്റ്, അതായത് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ക്രിയേറ്റ് ചെയ്ത ടൈം, കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യുന്ന റേഞ്ച്. ഓക്കെ, പിന്നെ പബ്ലിക്, അതിലുള്ള മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ റീട്രൈ ആഫ്റ്റർ, സെർവറിന്റെ പേര്, ഇതൊക്കെയാണ് റെസ്പോൺസ് ഹെഡർ. റെസ്പോൺസ് ഹെഡർ എന്ന് പറഞ്ഞാൽ ആരാ കൊടുക്കുന്നത്? സെർവർ കൊടുക്കുന്നതാ അല്ലേ? സെർവർ കൊടുക്കുന്ന റെസ്പോൺസിലാണ് റെസ്പോൺസ് ഹെഡർ ഉണ്ടാവുക. സോ അതിൽ സെർവറിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് എൻറ്റിറ്റി. ഓക്കെ, എൻറ്റിറ്റി ഹെഡർ എന്ന് പറഞ്ഞാൽ വി ക്യാൻ യൂസ് ഇറ്റ് ബോത്ത് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ്. ഓക്കെ, ജനറൽ ഹെഡേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം ജനറൽ ഇൻഫർമേഷന്. റിക്വസ്റ്റ് ഹെഡേഴ്സ് മെയിൻലി ഇൻ റിക്വസ്റ്റ് ഫേസ്, റെസ്പോൺസ് ഹെഡേഴ്സ് ഇൻ റെസ്പോൺസ് ഫേസ്, എൻറ്റിറ്റി ഹെഡേഴ്സ് ഇൻ ബോത്ത് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ഫേസ്. ഓക്കെ, അതിലാണ് എലോ ഉള്ളത്, ലിസ്റ്റ് ഓഫ് വാലിഡ് മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് URL. ഓക്കെ, പിന്നെ കണ്ടന്റ് എൻകോഡിംഗ് സ്കീം, കണ്ടന്റ് ലാംഗ്വേജ്, കണ്ടന്റ് ലെങ്ത് ഓഫ് ദ ഡോക്യുമെന്റ്, റേഞ്ച് സ്പെസിഫൈ ചെയ്യാം, കണ്ടന്റ് ടൈപ്പ്, അതാണ് MIME സ്പെസിഫിക്കേഷൻ. ടെക്സ്റ്റ്/HTML എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ, MIME സ്പെസിഫിക്കേഷൻ. അത് കണ്ടന്റ് ടൈപ്പിലായിരുന്നു. അന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞില്ലേ, കണ്ടന്റ് ടൈപ്പ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ടാഗ്, എൻറ്റിറ്റി ടാഗ്, അതായത് ഓരോ ഡോക്യുമെന്റിന് ഒരു ടാഗ് അസൈൻ ചെയ്യും, അതാണ് ഈ ടാഗ്. പിന്നെ എക്സ്പയറി. ഓക്കെ, എക്സ്പയർ എപ്പോഴാണ് ചേഞ്ചസ് വരുന്നത്, ചേഞ്ചസ് വന്നിട്ടുള്ളത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കും. ലാസ്റ്റ് മോഡിഫൈഡ് ടൈം, ലൊക്കേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് എൻറ്റിറ്റി ഹെഡേഴ്സിൽ വരുന്നത്. സോ ഇത് ഫുള്ളൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഇപ്പോൾ കണ്ടന്റ് എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എൻകോഡിംഗ് സ്കീം ആയിരിക്കും. സോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത്, ദാറ്റ് യു സ്റ്റഡി. മിനിമം 3, ഓരോ ടേബിളിൽ ഒരു 3 വെച്ച് പഠിച്ചോളൂ. കാരണം 8 മാർക്സ് അല്ലെങ്കിൽ 6 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതാണ് എൻറ്റിറ്റി ഹെഡേഴ്സ്. അപ്പോൾ ഹെഡേഴ്സ് കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നതാണ്
സ്റ്റാറ്റസ് കോഡ് റെസ്പോൺസ് ഫേസിൽ ഞാൻ പറഞ്ഞു എന്തുണ്ട്, റെസ്പോൺസ് ഫേസിൽ പ്രോട്ടോകോൾ വേർഷൻ നമുക്കറിയാം 1.1, സ്റ്റാറ്റസ് കോഡ് ഉണ്ട് എന്ന് പറഞ്ഞു. സ്റ്റാറ്റസ് കോഡ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എന്താണ് സ്റ്റാറ്റസ്, അതായത് ഒരു ഡോക്യുമെന്റ് റിട്രീവ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്, ഓക്കെ, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. സോ അതിൽ സ്റ്റാറ്റസ് കോഡിൽ നോർമലി അത് 3 ഡിജിറ്റ് കോഡ് ആയിരിക്കും. സ്റ്റാർട്ടിങ് വിത്ത് 1 ആവാം, സ്റ്റാർട്ടിങ് വിത്ത് 2 ആവാം, സ്റ്റാർട്ടിങ് വിത്ത് 3 ആവാം, സ്റ്റാർട്ടിങ് വിത്ത് 4, സ്റ്റാർട്ടിങ് വിത്ത് 5. ഓക്കെ, അത് 3 ഡിജിറ്റ് കോഡാണ് സ്റ്റാറ്റസ് കോഡ് ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ അത് 1, 2, 3, 4, 5 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണ്? ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡിക്കേഷൻ എന്താണ്? ഇൻഫർമേഷൻ ആണ്. ഓക്കെ, സംതിങ്, എന്തോ ഒരു ഇൻഫർമേഷൻ ആണ് പറഞ്ഞു വരുന്നത്. 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ സക്സസ് ആണ്. ഓക്കെ, സക്സസ് ആണ്, റെസ്പോൺസ് സക്സസ് ആണ്. അതാണ് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡിക്കേഷൻ. ഓക്കെ, 2 വെച്ചിട്ട് തന്നെ അതിൽ കുറേ ഡിവിഷൻ ഉണ്ട്, അത് പറഞ്ഞു തരാം. ഓക്കെ, നെക്സ്റ്റ് 3 വെച്ചിട്ട് തരുന്നത് റീഡയറക്ഷൻ. റീഡയറക്ഷൻ കാര്യങ്ങൾ പറയുന്നതാണ്. 3 അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, പറയാം. 4 വെച്ചിട്ട് തന്നെ ക്ലയൻറ്റ് എറർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ സെർവർ എറർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് സ്റ്റാറ്റസ് കോഡ്. എന്താണ് HTTP റിക്വസ്റ്റിൽ വന്നിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്? വെദർ നിങ്ങൾക്ക് പേജ് കിട്ടിയോ, പേജ് കറക്റ്റായിട്ട് കിട്ടിയോ, എന്താണ് സെർവർ സൈഡിൽ നിന്ന് വരുന്ന എന്താണ് കണ്ടീഷൻ, എന്താണ്, എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ, ഓക്കെ, ബാഡ് റിക്വസ്റ്റ് ആണോ, അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓരോന്നിനും 5 ഡിജിറ്റ് ഉണ്ട്. 1, 2, 3, 4, 5 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഓരോന്നും അറ്റ്ലീസ്റ്റ് 1 എങ്കിലും പഠിച്ചു വെക്കുക. അതിൽ മെയിൻലി നിങ്ങൾ നെറ്റിൽ അടിച്ച് നോക്കുമ്പോൾ കാണുന്ന കുറച്ച് കേസ് ഉണ്ട്. അതായത് 200 നമുക്ക് അതിൻ്റെ കേസ് എന്താണ്? 200 എന്ന് പറഞ്ഞാൽ ഓക്കെ, ദ റിക്വസ്റ്റ് സക്സസ്ഫുൾ. ഓക്കെ, റിക്വസ്റ്റ് ക്ലയൻറ്റിൽ നിന്ന് വന്ന റിക്വസ്റ്റ് സക്സസ്ഫുൾ ആണ്. ഓക്കെ, അതുപോലെ 202 എന്താണ്? ആക്സെപ്റ്റഡ്, അതായത് റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് ആണ്. 201 ക്രിയേറ്റഡ്, ന്യൂ URL ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 204 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദർ ഇസ് നോ കണ്ടന്റ് ഇൻ ദ ബോഡി. ഓക്കെ, സെർവർ തരുന്ന റെസ്പോൺസിലാണ് സ്റ്റാറ്റസ് കോഡ് ഉള്ളത്. സോ തരുന്ന റെസ്പോൺസിൽ HTTP റെസ്പോൺസിൽ 204 കണ്ടു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് മനസ്സിലാവും ഓക്കെ ഇതിൽ ബോഡിയിൽ കണ്ടന്റ് ഇല്ല. ഓക്കെ, അങ്ങനെ 100 ആണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ഇനീഷ്യൽ പാർട്ട് ഇസ് റിസീവ്ഡ് ആൻഡ് ക്ലയൻറ്റ് മേ കണ്ടിന്യൂ വിത്ത് ദ റിക്വസ്റ്റ്, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു റിക്വസ്റ്റ് പോയി സെർവർ സൈഡിൽ നിന്ന് റെസ്പോൺസ് വന്നു 100 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നർത്ഥം ഓക്കെ ദ റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ആൻഡ് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ റിക്വസ്റ്റ്. അതാണ് സെർവർ കൊടുക്കുന്ന റിപ്ലൈ. സെർവർ കൊടുക്കുന്ന റിപ്ലൈ ആണ് ഇത് സ്റ്റാറ്റസ്. 101 ആണെങ്കിൽ സെർവർ ഇസ് കംപ്ലൈയിങ് വിത്ത് ക്ലയൻറ്റ് റിക്വസ്റ്റ് സ്വിച്ച് പ്രോട്ടോകോൾസ് ഡിഫൈൻഡ് ഇൻ ദ അപ്ഗ്രേഡഡ് ഹെഡർ. ഓക്കെ, അതാണ് സ്വിച്ചിങ്. അതൊന്നും പഠിക്കേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് 100 പഠിച്ചു വെക്കുക, 200 പഠിക്കുക, 202 പഠിക്കുക, അങ്ങനെ 1-2 കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അതുപോലെ 300 കേസിൽ റീഡയറക്ഷൻ ആണ്. 301 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മൂവ്ഡ് പെർമനൻ്റ്ലി. ഓക്കെ, അതായത് റിക്വസ്റ്റ് നമ്മളിപ്പോൾ റിക്വസ്റ്റ് ചെയ്ത URL ഇസ് നോ ലോങ്ങർ യൂസ്ഡ് ബൈ ദ സെർവർ. സെർവറിൻ്റെ സൈഡിൽ ഇല്ല, എവിടത്തേക്ക് മൂവ്ഡ് പെർമനൻ്റ്. നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും URL കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടാവും മൂവ്ഡ് പെർമനൻ്റ്ലി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ മൂവ്ഡ് ടെമ്പററി ഉണ്ടാവാം. അതാണ് റീഡയറക്ഷൻ, എങ്ങോട്ടോ മാറിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലയൻറ്റ് എറർ. റിക്വസ്റ്റ് 400 കോഡ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റിക്വസ്റ്റിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സിൻടാക്സ് എറർ ഉണ്ട്. ഓക്കെ, അതുപോലെ 403 കോമൺ എറർ ആണ്, സർവീസസ് ഡിനൈഡ്. നമ്മളിടയ്ക്ക് ഒരു സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ അത് നമുക്ക് സർവീസ് ഇല്ല, ഡിനൈഡ് കാണിക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് ഫോർബിഡൻ ആണ്. ഓക്കെ, പിന്നെ ഡോക്യുമെന്റ് ഈസ് നോട്ട് ഫൗണ്ട്, 404 എറർ കോമൺ ആണ്, എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എററാണ്. എറർ കോഡ് 404 ഇതാണ് നോട്ട് ഫൗണ്ട്, ഡോക്യുമെന്റ് ഇല്ല, സെർവറിന്റെ സൈഡിലെ ഡോക്യുമെന്റ് ഇല്ല. ഓക്കെ, ഇനി സെർവർ എറർ വരാം. ഇപ്പോൾ 500 എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സെർവർ എറർ, അതായത് സെർവർ സൈറ്റിൽ എന്തോ എറർ ഉണ്ട്, ക്രാഷ് നടന്നിട്ടുണ്ട്. സോ അങ്ങനെ ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്, നമ്മുടെ റിക്വസ്റ്റ് വന്നു, ആ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസ് പോവും. ആ റെസ്പോൺസ് എന്താണ് എന്നുള്ളതാണ് സ്റ്റാറ്റസ് കോഡ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 404 ആണ് സെർവർ കൊടുക്കുന്നതെങ്കിൽ അതിനർത്ഥം ദ സർവീസ് ഇസ് ഡിനൈഡ്, ദ ക്ലയൻറ്റ് കാൺട്ട് ആക്സസ് ദാറ്റ് പേജ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇത് ആദ്യം എന്ത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1, 2, 3, 4, 5 എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യണം അത് ഞാൻ നോട്ടിൽ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റീഡയറക്ഷൻ, ക്ലയൻറ്റ് എറർ, സെർവർ എറർ എന്ന് പറഞ്ഞിട്ട് അത് ആദ്യം പഠിക്കുക. അതിൻ്റെ സബായിട്ട് ജസ്റ്റ് ഓരോ സെക്ഷനും ഒരു 2 കോഡ്സ് എങ്ങും പഠിച്ചു വെക്കുക. കോമൺ ആയിട്ട് വരുന്നത് 2 കോഡ്സ്, 1 or 2 കോഡ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് സ്റ്റാറ്റസ്. സോ ഇത്രയാണ് HTTPൻ്റെ കേസ്.
ഓക്കെ, അപ്പോൾ നമ്മളത് HTTP എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ റിക്വസ്റ്റ് ഫേസ് ഉണ്ട്, റെസ്പോൺസ് ഫേസ് ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് റിക്വസ്റ്റ് ഫേസ് ക്രിയേറ്റ് ചെയ്യുക, റെസ്പോൺസ് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഫോർമാറ്റ് നോക്കി. അതിൽ തന്നെ ഹെഡേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്തു. സോ ഇത്രയും ടേബിൾസ് അതിൽ വരുന്നുണ്ട്. മാർക്കിനെ ബേസ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അതാണ് HTTP. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ദിസ് എക്സാമ്പിൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് റിട്രീവ്സ് എ ഡോക്യുമെന്റ്. വി യൂസ് ഗെറ്റ് മെത്തേഡ് ടു റിട്രീവ് എ ഡോക്യുമെന്റ്. എന്താ ഡോക്യുമെന്റ്? ഇമേജ് ആണ്. ഇമേജിന്റെ പാത്ത് എന്താണ്? user/bin/image1. സോ ഈ റിക്വസ്റ്റ് എങ്ങനെയാണ് പോകുന്നത് നോക്കാം. ഓക്കെ, സോ ക്ലയന്റ് സൈഡിൽ റിക്വസ്റ്റ് നമുക്ക് ഗെറ്റ് മെത്തേഡ്, നമുക്കൊരു ഡോക്യുമെന്റ് റിട്രീവ് ചെയ്യണം അല്ലേ? സോ വി യൂസ് ഹിയർ ഗെറ്റ് മെത്തേഡ്. ഇപ്പം എന്താണ് റിക്വസ്റ്റ് എങ്ങനെയാണ് പോവുക? നമ്മളൊരു URL അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിക്വസ്റ്റ് പോകുന്നത്? ഗെറ്റ് ആണ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് യു ഹാവ് ടു സ്പെസിഫൈ ദ മെത്തേഡ്, ദെൻ സ്പേസ് അതിൻ്റെ എന്താണ് URL ഇവിടെ പാത്ത് കൊടുത്തിട്ടുണ്ട്. യൂസർ ബിൻ image1 ആണ്. സെർവറിൽ യൂസർ ഫോൾഡറിൽ ബിന്നിൽ image1 ആണ് റിട്രീവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി HTTPന്റെ വേർഷൻ എന്താണ്? വേർഷൻ കോമൺലി യൂസ്ഡ് വേർഷൻ ഇസ് 1.1. HTTP/1.1 ഇതാണ് റിക്വസ്റ്റിന്റെ ഫോർമാറ്റ്. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ ഹെഡർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ? റിക്വസ്റ്റ് ഹെഡർ ആണത്. ആക്സെപ്റ്റ്. എന്താ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഇമേജ് ഫോർമാറ്റ് ആണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. വാട്ട് ടൈപ്പ് ഓഫ് ഇമേജ്? ജിഫ് ആക്സെപ്റ്റ് ചെയ്യാം, JPEG അല്ലേ? JPEG ആക്സെപ്റ്റ് ചെയ്യാം. സോ ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യാന്ന് നമ്മൾ ക്ലയന്റ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ സെർവറിലോട്ട് റിക്വസ്റ്റ് പോയി. സെർവർ എന്ത് ചെയ്തതിന് കറസ്പോണ്ടിങ് റെസ്പോൺസ് കൊടുക്കും അല്ലേ? എന്താണ് റെസ്പോൺസ്? ആ ഇമേജ് ആണ് റെസ്പോൺസ് ആയിട്ട് വരുന്നത് അല്ലേ? സോ HTTP റെസ്പോൺസിൽ എന്താ പറഞ്ഞത്? എങ്ങനെയാണ് പറഞ്ഞത്? HTTP റെസ്പോൺസിൻ്റെ ഫോർമാറ്റിൽ ഫസ്റ്റ് യു ഹാവ് ടു സ്പെസിഫൈ ദ വേർഷൻ. HTTP/1.1 സ്പേസ് സ്റ്റാറ്റസ്. എന്താണ് സ്റ്റാറ്റസ്? 200 നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് സക്സസ് അല്ലേ? 2 ഡിനോട്ട്സ് സക്സസ്. അപ്പോൾ 200 എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് സക്സസ്ഫുൾ ആണ്. സോ അത് ഓക്കെ എന്നാണ് അതിൻ്റെ കോഡിൻ്റെ ഇൻഡിക്കേഷൻ. സോ അതും ഡിസ്ക്രിപ്ഷനും അവിടെ കൊടുത്തു. ഓക്കെ ആണ്, റിക്വസ്റ്റ് ഓക്കെ ആണ്. ഡേറ്റ്, ഓക്കെ, ഡേറ്റ് പറഞ്ഞു കൊടുത്തു. സെർവർ പറഞ്ഞു കൊടുത്തു. MIME വേർഷൻ പറഞ്ഞു കൊടുത്തു. കണ്ടന്റിന്റെ ലെങ്ത്, ഇമേജിന്റെ ലെങ്ത് ഇൻ ബൈറ്റ്സ് ആയിരിക്കും പറയാം. അപ്പോൾ ഇമേജിന്റെ ലെങ്ത്, കണ്ടന്റ് ലെങ്ത് പറഞ്ഞു കൊടുത്തു. ആൻഡ് ബോഡി ഓഫ് ദ ഡോക്യുമെന്റ്, ബോഡിയിൽ എന്താണ് വന്നിട്ടുള്ളത്? ആ ഇമേജ്, റിട്രീവ് ചെയ്ത ഇമേജ് ആണ്. അതാണ് റെസ്പോൺസ് ആയിട്ട് പോകുന്നത്. സോ ഇങ്ങനെയാണ് എന്ത് ഒരു റിക്വസ്റ്റ് പോയത്. എന്തിനാ? ടു റിട്രീവ് ആൻ ഇമേജ് വിത്ത് ദ പാത്ത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിക്വസ്റ്റിൽ നമ്മൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മെത്തേഡ് പറഞ്ഞു കൊടുത്തു, പാത്ത് ഓർ URL പറഞ്ഞു കൊടുത്തു, വേർഷൻ നമ്പർ പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് അതിൻ്റെ ഹെഡേഴ്സ് പറഞ്ഞു കൊടുത്തു. പിന്നെ ബോഡി ഇല്ല. ഗെറ്റ് മെത്തേഡിന് നമുക്ക് എന്തില്ല? ബോഡി ഇല്ല. കാരണം എന്താ? ഗെറ്റ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് സംതിങ് ഫ്രം സെർവർ. സോ അങ്ങോട്ടൊന്നും കൊടുക്കാനില്ല. സോ ബ്ലാങ്ക് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ബോഡി കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ പോസ്റ്റ് മെത്തേഡിനൊക്കെ എന്ത് വരും? ബോഡി വരും. കാരണം എന്താ? പോസ്റ്റ് മീൻസ് വി ആർ സബ്മിറ്റിംഗ് സം ഡാറ്റ ടു സെർവർ അല്ലേ? സോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഡാറ്റ. സോ അവിടെ ബോഡി വരും. ഗെറ്റ് മെത്തേഡിന്റെ കേസിൽ ബോഡി ഇല്ല. ഓക്കെ, നെക്സ്റ്റ് റെസ്പോൺസ് വരുമ്പോൾ റെസ്പോൺസ് ഫോർമാറ്റ് എന്താ പറഞ്ഞത്? HTTP വേർഷൻ, സ്റ്റാറ്റസ് കോഡ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതിൻ്റെ ഹെഡർ ഇൻഫർമേഷൻ. സെർവർ സൈഡിൽ വരുന്ന ജനറൽ ഹെഡേഴ്സും വരാം, റെസ്പോൺസ് ഹെഡേഴ്സ് വരാം, എൻറ്റിറ്റി ഹെഡേഴ്സ് വരാം. കണ്ടന്റ് ലെങ്ത്തൊക്കെ എൻറ്റിറ്റി ഹെഡറാണ്. MIME വേർഷൻ ജനറൽ ഹെഡറാണ്. ഓക്കെ, സോ അതൊക്കെ പറയാം. പിന്നെ കറസ്പോണ്ടിങ് ബോഡി ഉണ്ടാവും. ഓക്കെ, ഇഫ് ദ സെർവർ ഹാസ് ദാറ്റ് ഡോക്യുമെന്റ് ബോഡി കൊടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാറ്റസ് എന്തായിരിക്കും? ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട് എന്നുള്ള സ്റ്റാറ്റസ് വരും. ഓക്കെ, ഹിയർ ദ ഇമേജ് ഹാസ് ബീൻ റിട്രീവ്ഡ്. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ ഗെറ്റിൻ്റെ. ഇത് ഓർത്ത് വെച്ചോളൂ, കാരണം ഗെറ്റും പോസ്റ്റ് മെത്തേഡ് തമ്മിൽ ഡിഫറൻസ് ചോദിക്കും. സോ മെയിൻ ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എന്താണ്? ദ ക്ലയന്റ് വാണ്ട് ടു സെൻഡ് ഡാറ്റ ടു ദ സെർവർ. സോ ഇഫ് യു വാണ്ട് ടു സെൻഡ് ഡാറ്റ ടു ദ സെർവർ, കോമൺലി വി യൂസ് പോസ്റ്റ്. ഗെറ്റും യൂസ് ചെയ്യാം. സോ അതിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞുതരാം. സോ വി യൂസ് പോസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് മെത്തേഡിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക നോക്കാം. ഓക്കെ, സി ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നോക്ക്. ഹിയർ എന്താണ്? മെത്തേഡ് പോസ്റ്റ് ആണ്. സോ നമ്മൾ അങ്ങോട്ട് ഡാറ്റ കൊടുക്കണം അല്ലേ? CGI bin .pl ഒരു
പേൾ ലാംഗ്വേജ് ഡോക്യുമെന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ഡോക്യുമെന്റ് ആണ് കൊടുത്തത് ക്ലയന്റ് അങ്ങോട്ട് കൊടുക്കുന്നത്. കാരണം ആ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ് പേജ് നമ്മൾ സബ്മിറ്റ് അടിക്കുന്നില്ലേ, ആ ഒരു പേജ് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പേജ് ആണ് സെർവറിലോട്ട് കൊടുക്കേണ്ടത്. HTTP വേർഷൻ കൊടുത്തു. ആക്സെപ്റ്റ് */* മീൻസ് എനി ടൈപ്പ്, ഏത് ടൈപ്പ് ആക്സെപ്റ്റ് ചെയ്യാം, അതിന്റെ സബ് ടൈപ്പ് ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ ആക്സെപ്റ്റ് ഇമേജ് ജിഫ് ആണ്, അതുപോലെ ഇമേജ് JPEG ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടന്റിൽ ലെങ്ത് എത്രയാണ് ലെങ്ത് പറഞ്ഞിട്ടുള്ളത്, 50 ആണ് പറഞ്ഞിട്ടുള്ളത്. ആ ഡോക്യുമെന്റിന്റെ സൈസ് 50 ആണ്. സോ അതാണ് ഇൻപുട്ട് ഇൻഫർമേഷൻ. അത് ബോഡിയിൽ വന്നു, ആ ഡോക്യുമെന്റ് ബോഡിയിൽ വന്നു. സോ സെർവറിലോട്ട് പോയി. സെർവർ റെസ്പോൺസ് കൊടുത്തു, HTTP 200 ഓക്കെ ആണ് നിങ്ങളുടെ റിക്വസ്റ്റ്. ഡേറ്റ് സെർവറിൻ്റെത് MIME വേർഷൻ കണ്ടന്റ് ലെങ്ത് കൊടുത്തു, കണ്ടന്റ് ലെങ്ത് 2000 കൊടുത്തു. ബോഡി ഓഫ് ദ ഡോക്യുമെന്റ്, അതായത് റെസ്പോൺസ് തിരിച്ചു വന്നു. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡാറ്റ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഡോക്യുമെന്റ് ഫയൽ ആക്കിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ആ ഡോക്യുമെന്റ് ഫയലിന്റെ പാത്ത് അവിടെ പറഞ്ഞു കൊടുത്തു, URL പറഞ്ഞു കൊടുത്തു, അതിന്റെ കണ്ടന്റ് ബോഡിയിൽ കൊടുത്തു. റെസ്പോൺസ് മെസ്സേജിൽ എന്താ ഉള്ളത്, സ്റ്റാറ്റസ് ലൈൻ ഉണ്ട്, ഹെഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഡോക്യുമെന്റ് നമ്മൾ കൊടുത്ത ഡാറ്റ ഉണ്ടല്ലോ, അതൊരു ഡോക്യുമെന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ CGI ഡോക്യുമെന്റ്, CGI നമുക്ക് പഠിക്കാനുണ്ട്. CGI ഡോക്യുമെന്റ് ആണ് റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുള്ളത്. CGI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്റർഫേസ് ആണ്. ഓക്കെ, കോമൺ ഗേറ്റ്വേ ഇന്റർഫേസ് ആണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാം. സോ അതാണ് CGI-bin എന്നെല്ലാം പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അങ്ങോട്ടൊരു ഡോക്യുമെന്റ് കൊടുത്തു, ഡോക്യുമെന്റിൽ ഡാറ്റ ഉണ്ട്, ആ ഡാറ്റ സെർവറിലോട്ട് കൊടുത്തു, സെർവർ അത് അപ്ഡേറ്റ് ചെയ്തു, എന്നിട്ടൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു, ആ ഡോക്യുമെന്റ് റെസ്പോൺസ് ആയിട്ട് ക്ലയന്റിന് കൊടുത്തു. സോ അതാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ക്ലിയർ ആണോ? ആ ഹലോ. ആക്സെപ്റ്റ് എന്ന് പറയുന്നത് ക്ലയന്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന വേർഷൻ, അതാണ് ആക്സെപ്റ്റ്. ക്ലയന്റ് കൊടുക്കുന്നതല്ലേ, ക്ലയന്റ് റിക്വസ്റ്റ് പോകുമ്പം ക്ലയന്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഇമേജ് ഫോർമാറ്റും ഒക്കെ ആണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഹെഡർ നമുക്ക് ഇതിലുള്ളത് റിക്വസ്റ്റിലല്ലേ ഉള്ളത്, കാണിച്ചു തരാം. റിക്വസ്റ്റ് ഹെഡേഴ്സിലാണ് എന്ത് വരുന്നത്, ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഹെഡർ വരുന്നത്. മനസ്സിലായില്ല? അത് ക്ലയന്റ് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ആക്സെപ്റ്റ് ചെയ്യുക, ഏത് ടൈപ്പ് ഓഫ് എൻകോഡിംഗ് ആണ് ആക്സെപ്റ്റ് ചെയ്യുക, ഏത് ടൈപ്പ് ഓഫ് ഇമേജ് ആണ്, ടെക്സ്റ്റ് ആണ് ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് ഈ ആക്സെപ്റ്റ് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ക്ലയന്റിന്റെ റിക്വസ്റ്റിലാണ് പറഞ്ഞു കൊടുക്കുക, അത് സെർവറിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇന്ന ഫോർമാറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ് ബൈ ദ ക്ലയന്റ്. അതാണ് ഇവിടെ കൊടുത്തത്. ഉണ്ടല്ലേ, ജിഫ് ആക്സെപ്റ്റ് ചെയ്യും, JPEG ആക്സെപ്റ്റ് ചെയ്യും. */* എന്ന് പറഞ്ഞാൽ എനി ടൈപ്പ് ക്യാൻ ബി ആക്സെപ്റ്റഡ് എന്നാണ്. സ്റ്റാർ ഇൻഡിക്കേറ്റ് എനി ടൈപ്പ്. ഓക്കെ, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ക്ലയന്റ് ആണ് കൊടുക്കുക. ക്ലിയർ ആണോ ചോദിച്ചാ? മനസ്സിലായോ എന്താണ് സെർവർ സൈഡിൽ വരാത്തതെന്നുള്ളത്? ഓക്കെ, ജസ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് എടുക്കാം.
ഇവിടെ നമുക്ക് ഗെറ്റും പോസ്റ്റും ആണ് നമ്മൾ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഗെറ്റും പോസ്റ്റ് തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ഈസ് ലെസ് സെക്യൂർ ആണ് കമ്പയർഡ് ടു പോസ്റ്റ് മെത്തേഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പേജിൽ യൂസർ നെയിമും പാസ്വേഡും അടിക്കണം. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഒരു യൂസർ നെയിം പാസ്വേഡ് മാത്രമുള്ള ഫീൽഡാന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഗെറ്റാണ് മെത്തേഡ് എങ്കിൽ ഈ നമ്മൾ അടിച്ച യൂസർ നെയിമും പാസ്വേഡൊക്കെ URLൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ സബ്മിറ്റ് അടിക്കുമ്പോൾ നമുക്കത് സെർവറിലോട്ട് പോകണമല്ലോ. ആ സെർവറിലോട്ട് പോകുമ്പോൾ നമ്മൾ URL നോക്കിയാൽ അറിയാം, URLൻ്റെ മുകളിൽ ആംപേഴ്സൻ്റ് ഒക്കെ വെച്ചിട്ട് ഈ ഡാറ്റയും കൂടെ പോകും. നമ്മൾ കൊടുത്ത ഡാറ്റ, ഇപ്പോൾ ഫസ്റ്റ് നെയിം ഒരു പേര് കൊടുത്തു, നെക്സ്റ്റ് പാസ്വേഡ് അത് കൊടുത്തു, അത് രണ്ടും എന്താവും URLൻ്റെ കൂടെ തന്നെ അങ്ങ് പോകും. ഓക്കെ, സബ്മിറ്റ് പ്രസ് ചെയ്യുമ്പോൾ. സോ എന്താണ്, ഒരാൾക്ക് URL നോക്കിക്കഴിഞ്ഞാൽ ഹി ക്യാൻ റിട്രീവ് ദ ഡാറ്റ, എന്താണ് അടിച്ചതെന്ന് മനസ്സിലാവും. സോ ഇറ്റ് ഈസ് ലെസ് സെക്യൂർ. അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ ക്വറി സ്ട്രിങ് ആയിട്ട് പോവാന്ന് പറയും. ക്വറി സ്ട്രിങ് ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ URLൻ്റെ കൂടെ തന്നെ ആ ഡാറ്റ അറ്റാച്ച് ആയിട്ട് പോകും ഗെറ്റ് മെത്തേഡിൻ്റെ കേസിൽ. പോസ്റ്റ് മെത്തേഡിൻ്റെ കേസിലാണെങ്കിൽ നോർമലി സ്റ്റാൻഡേർഡ് ഇൻപുട്ട് റീഡ് ചെയ്യും, അത് URL കാണിക്കില്ല. ഓക്കെ, URL നമുക്ക് എന്താണ് ഫസ്റ്റ് നെയിമോ അല്ലെ പാസ്വേഡ് അടിച്ചത് കാണാൻ പറ്റില്ല. സോ അത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് റീഡ് ചെയ്തിട്ട് ബൈറ്റ്സ് ആക്കിയിട്ട് അവർ എടുക്കുക ചെയ്യുക, റിക്വസ്റ്റിൻ്റെ കൂടെ പോവുക ചെയ്യുക. സോ ഇറ്റ് ഈസ് സെക്യൂർ. ഓക്കെ, URLൻ്റെ കൂടെ ഒരിക്കലും ഡാറ്റ ഇതാക്കില്ല, അത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് റീഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ബൈറ്റ്സും റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റീഡ് ചെയ്യുക ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് സെക്യൂർ ആണ്. സോ സെക്യൂർ ആപ്ലിക്കേഷൻസ്, സെക്യൂരിറ്റിൻ്റെ ഫാക്ടർ കേസ് നോക്കുവാണെങ്കിൽ നോർമലി നമ്മൾ പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ലെസ് സെക്യൂർ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഗെറ്റ് മെത്തേഡും പോസ്റ്റ് വെച്ച് രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റ സെർവറിന് കൊടുക്കാം. ഓക്കെ, നോർമലി ഗെറ്റ് മെത്തേഡ് എന്താണ്, ഇങ്ങോട്ട് റിട്രീവ് ചെയ്യാനാണ്. യു ഹാവ് ടു ഗെറ്റ് സം ഡോക്യുമെന്റ് ഫ്രം സെർവർ ആണ്. ബട്ട് ഗെറ്റ് മെത്തേഡ് വെച്ച് വി ക്യാൻ ഗിവ് ഡാറ്റ ടു സെർവർ. പക്ഷെ എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡാറ്റ അതേപോലെ URL കാണാൻ പറ്റും, URL അറ്റാച്ച് ചെയ്ത് പോകും. സോ ആംപേഴ്സൻഡ് വെച്ച് അറ്റാച്ച് ചെയ്ത് പോകും. സോ ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ സെക്യൂരിറ്റിൻ്റെ കേസിൽ വരുമ്പം ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യില്ല. പോസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഡാറ്റ URLൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്യില്ല, ദേ ആർ ഡയറക്ട്ലി പാസ്ഡ്. ഓക്കെ, ഫോമിൻ്റെ കൂടെ തന്നെ ഡയറക്ട്ലി പ്രോസസ്സിങ് ചെയ്യുക. സോ URLൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഈസ് മോർ സെക്യൂർ. പിന്നെ അതുപോലെ നമ്മൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഡാറ്റേൻ്റെ ലെങ്ത്തിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു 2 KB 8 KB ഒക്കെ മാക്സിമം പറ്റുള്ളൂ. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, സെർവറിനെയും ക്ലയൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും ഗെറ്റ് മെത്തേഡായി യൂസ് ചെയ്യുന്നെങ്കിൽ. ആൻഡ് പോസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ദർ ഈസ് നോ സച്ച് റെസ്ട്രിക്ഷൻ. ഓക്കെ, ഡാറ്റേൻ്റെ ലെങ്ത്തിന് നിങ്ങൾ പാസ് ചെയ്യുന്ന ഡാറ്റ, സെർവറിലോട്ട് കൊടുക്കുന്ന ഡാറ്റയ്ക്ക് റെസ്ട്രിക്ഷൻ ഇല്ല.
പോസ്റ്റിന്റെ കേസിൽ. ഗെറ്റിന്റെ കേസിൽ യു വിൽ ഹാവ് റെസ്ട്രിക്ഷൻ. അതായത് അവർ പറയും 2 KB ഡാറ്റയൊക്കെ ഗെറ്റിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ ചില സിസ്റ്റം, ചിലത് 8 KB വരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ്. എന്നാലും ഡാറ്റ റെസ്ട്രിക്ഷൻ ഇസ് ഫോർ ഗെറ്റ് മെത്തേഡ്, നോ ഡാറ്റ റെസ്ട്രിക്ഷൻ ഫോർ പോസ്റ്റ് മെത്തേഡ്. പിന്നെ നോർമലി ഇറ്റ് ഈസ് ഗെറ്റ് മെത്തേഡ് ഈസ് ലെസ് സെക്യൂർ ദാൻ പോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഹിയർ നമ്മൾ കൊറി സ്ട്രിങ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, കൊറി സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയൊക്കെ ഈ കൊറി ഒരു സ്ട്രിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യും. ആ സ്ട്രിങ് URL പോവും. അങ്ങനെയാണ് ഗെറ്റിൽ നടക്കുക. മറ്റിടത്താണെങ്കിൽ പോസ്റ്റിന്റെ കേസിലാണെങ്കിൽ URL പറഞ്ഞു കൊടുക്കൂല, ഡയറക്റ്റ്ലി അത് റീഡ് ചെയ്തെടുക്കും. ഇതാണ് ഗെറ്റും പോസ്റ്റ് നമ്മുടെ ഡിഫറൻസ്. അതിൻ്റെ ഡിഫറൻസ് ഒരു 5 പോയിന്റ്സ്. ഈ പോയിന്റ്സ് ഞാൻ ടേബിളായിട്ട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. കാരണം ഗെറ്റ് ആൻഡ് പോസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഈ എക്സാമ്പിൾ വരക്കാം. ഡിഫറൻസ് ഒരു കുറച്ച് വലിയ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് വരച്ചിട്ട് കാണിക്കാം. ഓക്കെ, അതിന് ഒരു 3 മാർക്സിനൊക്കെ ആണെങ്കിൽ ടേബിളാക്കിയിട്ട് എഴുതുക ഗെറ്റും പോസ്റ്റും തമ്മിൽ ഡിഫറൻസ്. ഓക്കെ, അതാണ് വരുന്നത്. ഈ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്ലിയർ ആവുമായിരിക്കും കണ്ടു കഴിഞ്ഞാൽ. ആക്സെപ്റ്റ് ഫീൽഡ് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് പോകുന്നതാണ്. ക്ലയൻറ്റ് റിക്വസ്റ്റ് ഹെഡറിൽ വരുന്ന ഫീൽഡാണ് ആക്സെപ്റ്റ് ഫീൽഡ്. ക്ലയൻറ്റ് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഫീൽഡ്, ഡോക്യുമെൻറ്റിൻ്റെ ഇന്ന ടൈപ്പ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ആക്സെപ്റ്റ് ഫീൽഡ്. സ്റ്റാർ ഡിനോട്ട്സ് എനിത്തിങ്. ഓക്കെ, ഏതും അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഗെറ്റും പോസ്റ്റ് തമ്മിൽ ഡിഫറൻസ്. അപ്പോൾ ഇത്രയാണ് HTTPയുടെ കേസ്. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് കോമൺ ഗേറ്റ്വേ ഇൻ്റർഫേസ്, CGI പഠിക്കാനുണ്ട്. പിന്നെ CMS, അതൊക്കെ തിസ് തിയറിയാണ്, വേഗം കുറച്ച് നോക്കിയിട്ട് പോകാനേ ഉള്ളൂ, വലിയ മാർക്കൊന്നും ചോദിക്കില്ല. CMS, പിന്നെ 2 കേസ് സ്റ്റഡി. അപ്പാഷി സെർവറും അതുപോലെ വേർഡ് പ്രസ്സും. ഓക്കെ, ഇത് 2ന്റെ കേസ് സ്റ്റഡി. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഇത്രയാണ് വരുന്നത്. ഓക്കെ, സോ CGI ഇനി എടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ടൈമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? റെസ്പോണ്ട് ചെയ്തേ. നിതിൻ, HTTP മനസ്സിലായോ? സിനാൻ, കീർത്തന, ആരുമില്ലേ? വിഷ്ണു, ഷാരുൺ, ഓക്കെ. റസാന, നിഹല, അറ്റൻഡൻസ് അല്ല, ക്ലാസ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അറ്റൻഡൻസ് പറയാം. ആകാശ് രാജീവ് ആബ്സെന്റ് ആണോ? ഓക്കെ. അഭിനന്ദ് MC, അഭിനവ്, ഓക്കെ. ആദർശ്, അദ്വൈത്, ഓക്കെ. അജ്മൽ, ഓക്കെ. അഖിൽ, അനഘ, അഞ്ജലി, അനുഗ്രഹ്, അത്തിൻ ആബ്സെന്റ്. അല്ലേ? ഓക്കെ. അതുൽ, ഓക്കെ. ദേവിക, ഓക്കെ. ദിൽന, ഓക്കെ. ഫാത്തിമ, ഓക്കെ. ജസ്ന, ഓക്കെ. കാർത്തിക്, ആബ്സെന്റ് അല്ലേ? കീർത്തന, ഓക്കെ. മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഇജാസ് ആബ്സെന്റ്. നഫ, ഓക്കെ. നേഹ, നിതിൻ ബാബു, പ്രണവ് A, ഓക്കെ. പ്രണവ് C, ഓക്കെ. റൈസ ഖാലിദ്, ഓക്കെ. റസാന നിഹാല, ഓക്കെ. റിസ്വിൻ, ഓക്കെ. റോഷൻ,
Present, Miss. Okay. Sahala B. Sahala B absent. Sahala N. Okay. Sangeet. Present, Miss. Okay. Sarang. Present, Miss. Sharon. Present, Miss. Okay. Shraddha. Okay. Vishnu Vinod. Okay. Vaishnavi. Srishma. Present, Miss. Okay. Anjita. Okay. Shirona. Okay. Okay. Oh, absent is Akash Ajib, Atin, Karthik, Ijaz, Sahlabi. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെയുള്ളത് നോക്കുക. PPT അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോൻ്റെ ലിങ്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. അഞ്ജിത മിസ്, ഞാൻ ഓഡിബിൾ ആണോ? ഹലോ. ആണ് സാറേ. ഓക്കെ. സ്റ്റുഡൻസിന് ബ്രേക്ക് ഇല്ല കേട്ടോ, ഫ്രൈഡേ ആണ്.